ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 5ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ സെക്കൻഡ് യൂണിറ്റ് ആണ്. യൂണിറ്റിൻ്റെ പേര് ദ വിങ്സ് ഓഫ് ഡ്രീംസ്. എന്താണ് വിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ചിറകുകൾ അല്ലേ? ഡ്രീംസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വപ്നങ്ങൾ. അപ്പോൾ ദ വിങ്സ് ഓഫ് ഡ്രീംസ് എന്ന് വെച്ചാൽ എന്താണ്? സ്വപ്ന ചിറകുകൾ. ഓക്കെ, അപ്പോൾ ആ ഒരു പിക്ചറിൻ്റെ താഴെയായിട്ട് APJ അബ്ദുൽ കലാമിൻ്റെ ഒരു കോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കത് നോക്കാം. ഡ്രീംസ് ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ് ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ. എന്താണ് പറയുന്നത്? ഡ്രീംസ്, നമ്മളുടെ സ്വപ്നങ്ങൾ ട്രാൻസ്ഫോം ഇൻ ടു തോട്ട്സ്, നമ്മളുടെ സ്വപ്നങ്ങളാണ് എന്തായിട്ട് മാറുന്നത്? നമ്മളുടെ ചിന്തകളായിട്ട് മാറുന്നത്, തോട്ട്സ് ആയിട്ട് മാറുന്നത്. ആൻഡ് തോട്ട്സ് റിസൾട്ട് ഇൻ ആക്ഷൻ, അതിനുശേഷം എന്ത് സംഭവിക്കും? നമ്മളുടെ ചിന്തകൾ ആക്ഷനായിട്ട് മാറും, അതായത് പ്രവൃത്തിയായിട്ട് മാറും എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് വേണ്ടത്? നമുക്ക് ഡ്രീംസ് ഉണ്ടായിരിക്കണം അല്ലേ? നമുക്ക് എല്ലാവർക്കും ഇല്ലേ ഡ്രീംസ്? അതെ, അപ്പോൾ നമുക്ക് എല്ലാവർക്കും എന്തുണ്ടായിരിക്കണം? ഡ്രീംസ് ഉണ്ടായിരിക്കണം. ആ ഡ്രീംസ് നമ്മൾ ചുമ്മാ വെച്ചുകൊണ്ടിരുന്നാൽ പോരാ, അത് നമ്മളുടെ ചിന്തകളിൽ കൊണ്ടുവരണം. എങ്കിൽ മാത്രമേ നമുക്കത് ആക്ഷനായിട്ട് റിസൾട്ട് കിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. ഇൻ ദ പിക്ചർ ഗിവൺ എബവ് യു ക്യാൻ സീ 2 trains. അപ്പോൾ നമുക്ക് ഈ ഒരു പിക്ചറിൽ 2 ട്രെയിൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് താഴെ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ആർ ദീസ് ട്രെയിൻസ് ഡിഫറെൻറ്റ് ഇൻ എനി വേ? ഈ ട്രെയിനുകൾ തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഹൗ ആർ ദേ ഡിഫറെൻറ്റ്? ഉണ്ടെങ്കിൽ എങ്ങനെയാണ് അവർ ആ ഒരു 2 ട്രെയിൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റത്തെ പിക്ചറിലേക്ക് നോക്കിയേ. ഫസ്റ്റത്തെ പിക്ചർ എങ്ങനെയാണ്? ആ ട്രെയിനിൻ്റെ മുകളിൽ കൂടെ ഒരു പുകയൊക്കെ പോകുന്നുണ്ട് അല്ലേ? രണ്ടാമത്തെ ട്രെയിനിലോ അതിന് പകരം എന്താണുള്ളത്? കുറച്ച് ഇലക്ട്രിക് ലൈൻസ് ആണല്ലേ? അതെ. അപ്പം ആദ്യത്തെ പിക്ചറിൽ നമ്മൾ കാണുന്നത് എന്താണ്? പണ്ട് കാലത്ത് കൽക്കരിയൊക്കെ കത്തിച്ച് അത് ഇന്ധനമാക്കി ഓടിക്കൊണ്ടിരുന്ന ട്രെയിനിൻ്റെ പിക്ചറാണ് ഫസ്റ്റത്തത്. രണ്ടാമത്തത് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ യാത്ര ചെയ്യുന്ന ഇലക്ട്രിക് ട്രെയിൻസ് ആണ്. ഓക്കെ, അതാണ് ഡിഫറൻസ്. ഹാവ് യു എവർ ട്രാവൽ ബൈ ട്രെയിൻ? നിങ്ങൾ എപ്പോഴെങ്കിലും ട്രെയിനിൽ യാത്ര ചെയ്തിട്ടുണ്ടോ? വാട്ട് വാസ് യുവർ എക്സ്പീരിയൻസ് ഡ്യൂറിങ് യുവർ ട്രെയിൻ ജേണി? നിങ്ങളുടെ ട്രെയിനിൽ നിങ്ങൾ യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ് എന്നാണ് ചോദിക്കുന്നത്. ഷെയർ ഇറ്റ് വിത്ത് യുവർ ഫ്രണ്ട്സ്. അപ്പം അത് നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് എന്ത് ചെയ്യണം? നിങ്ങൾ ഷെയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ പേജ് നമ്പർ 37 നോക്കാം. ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ്, അതാണ് നമ്മളുടെ ഈ ഒരു സ്റ്റോറിയുടെ പേര്. അപ്പോൾ ഇവിടെ എൻജിൻ ഉദ്ദേശിക്കുന്നത് എന്താണ്? ട്രെയിനാണ് കേട്ടോ. അപ്പം ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്ന് പറയുമ്പോൾ ഈ ലിറ്റിൽ ട്രെയിനിന് എന്തോ ഒന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് ഈ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. എന്തോ ഒന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ലിറ്റിൽ ട്രെയിനിന് എന്നാണ് ഈ ഒരു ടൈറ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും ആ ട്രെയിന് ചെയ്തിട്ടുണ്ടാവുക, ലിറ്റിൽ ട്രെയിൻ ചെയ്തിട്ടുണ്ടാവുക എന്ന് നോക്കാം. നൗ റീഡ് അബൌട്ട് ദ ജേർണി ഓഫ് എ ലിറ്റിൽ ട്രെയിൻ. അപ്പോൾ ഇനി നമുക്ക് ഈ ലിറ്റിൽ ട്രെയിനിൻ്റെ ജേർണി എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. ദ ലിറ്റിൽ ട്രെയിൻ റാൻ അലോങ് ദ ട്രാക്സ്. ഈ ലിറ്റിൽ ട്രെയിന് ട്രാക്കിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ട്രെയിന് പ്രത്യേകമായിട്ടൊരു ട്രാക്ക് ഉണ്ട് അല്ലേ? നമ്മളിപ്പം ബസ്സാണെങ്കിലും ലോറി ആണെങ്കിലും കാറാണെങ്കിലും ഒക്കെ ഏതിലെ കൂടെയാണ് ഓടുക? റോഡിലൂടെയാണല്ലേ ഓടുക. പക്ഷേ നമ്മളുടെ ട്രെയിനിന് ഓടാൻ വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു ട്രാക്ക് ഉണ്ട്. അപ്പോൾ ആ ട്രാക്സിലൂടെയാണ് ഈ ട്രെയിൻസ് എല്ലാം പോവുക അല്ലേ? അപ്പോൾ നമ്മളുടെ ലിറ്റിൽ ട്രെയിനും ഒരു ട്രാക്കിലൂടെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. ഇവിടെ ഷീ എന്ന് പറഞ്ഞത് നമ്മളുടെ ലിറ്റിൽ ട്രെയിനെ തന്നെയാണ്. അപ്പോൾ ഷീ വാസ് എ ഹാപ്പി ലിറ്റിൽ ട്രെയിൻ. അവൾ എന്താണ്? വളരെ സന്തോഷവതിയായിട്ടുള്ള ഒരു ലിറ്റിൽ ട്രെയിൻ തന്നെയാണ്. ഹർ കാർസ് വർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. ഇവിടെ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ളത് നമ്മളുടെ കാറല്ല കേട്ടോ. ഇവിടെ കുറേ ടോയ്സൊക്കെ വെച്ചിരിക്കുന്ന ആ ഒരു ഭാഗം കാണുന്നില്ലേ? ആ ഒരു ബോഗി, അതിനെയാണ് ഇവിടെ കാർസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ഹർ കാർസ് വർ ഫുൾ ഓഫ് ഗുഡ് തിങ്സ് ഫോർ ബോയ്സ് ആൻഡ് ഗേൾസ്. അതിൽ നിറയെ എന്താണുള്ളത്? ബോയ്സിനും ഗേൾസിനും പറ്റിയ ഒരുപാട് നല്ല നല്ല സാധനങ്ങളാണ് ഉള്ളത്. ദർ വർ ഓൾ കൈൻഡ്സ് ഓഫ് ടോയ് ആനിമൽസ്. എല്ലാ തരത്തിലുള്ള ടോയ് ആനിമൽസും അതിനകത്ത് ഉണ്ട്. ഓക്കെ, ജിറാഫ്സ് വിത്ത് ലോങ് നെക്ക്, ടെഡി ബെയർ വിത്ത് നോ നെക്സ് ആൻഡ് ഈവൻ എ ബേബി എലഫൻറ്റ്. എന്തൊക്കെയാണുള്ളത്? ജിറാഫ്സ് വിത്ത് ലോങ് നെക്ക്. ജിറാഫിന് എങ്ങനെയുള്ള നെക്കാണ് ഉണ്ടാവുക? ലോങ് ആയിട്ടുള്ള, വളരെ നീളമുള്ള നെക്കാണ് അല്ലേ? അപ്പോൾ ജിറാഫ് വിത്ത് ലോങ് നെക്ക് ഉണ്ട്. അതുപോലെ ടെഡി ബെയർ വിത്ത് നോ നെക്ക്, നെക്കില്ലാത്ത, അതായത് കഴുത്തിന് വലിയ നീളം ഉണ്ടാവില്ലല്ലോ ടെഡി ബെയറിന്. അപ്പോൾ
നെക്കില്ലാത്ത ടെഡി ബെയർ ഉണ്ട്. ഇവൻ എ ബേബി എലിഫൻറ്റ്. എന്തുണ്ട്? ഒരു എലിഫൻ്റ് ഉണ്ട്. അത് കുഞ്ഞൊരു ആനക്കുട്ടിയാണല്ലേ. അപ്പോൾ ആനക്കുട്ടിയുണ്ട്. ദർ വർ ഓൾ കൈൻഡ്സ് ഓഫ് ഡോൾസ് ടു. പിന്നെ എന്താണുള്ളത്? കുറേ ടൈപ്പ് ഡോൾസ് ഉണ്ട്, പാവക്കുട്ടികളും ഉണ്ട് അല്ലേ. പിന്നെ ഡോൾസ് വിത്ത് ബ്ലൂ ഐസ് ആൻഡ് യെല്ലോ ഹെയർ. അപ്പോൾ ബ്ലൂ ഐസ്, നീല കണ്ണുകളും യെല്ലോ ഹെയർ, മഞ്ഞ ഹെയറും ഉള്ള ഡോൾസ് ഉണ്ട്. അതേപോലെ ഡോൾസ് വിത്ത് ബ്രൗൺ ഐസ് ആൻഡ് ബ്രൗൺ ഹെയർ. ബ്രൗൺ ഐസും ബ്രൗൺ ഹെയറുള്ള പാവക്കുട്ടികളുണ്ട്. ആൻഡ് ദ ഫണ്ണിയസ്റ്റ് ടോയ് ക്ലൗൺ യു എവർ സോ. അതുപോലെ എന്താണുള്ളത്? ഒരു ക്ലൗൺ ഉണ്ട്, ഒരു ഫണ്ണി ആയിട്ടുള്ള ക്ലൗൺ ഉണ്ട്. ക്ലൗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ സർക്കസ് കൂടാരത്തിലൊക്കെ പോയാൽ കാണില്ലേ കോമാളികൾ, അതാണ് ക്ലൗൺ എന്ന് പറയുന്നത്. നമ്മളുടെ ട്രെയിനിൻ്റെ മുകളിലിരിക്കുന്നത് കണ്ടോ? ആ ക്ലൗണിനെയാണ് കേട്ടോ അവിടെ പറഞ്ഞിട്ടുള്ളത്. ദർ വർ ടോയ് ട്രക്സ്, എയർപ്ലെയിൻസ് ആൻഡ് ബോട്ട്സ്. പിന്നെ അതിൽ എന്തൊക്കെ ഉണ്ടായിരുന്നത്? ടോയ് ട്രക്സ് ഉണ്ടായിരുന്നു അല്ലേ. ട്രക്ക് ഉണ്ടാവില്ലേ, അത് നമ്മളുടെ ടോയ് ട്രക്സ് ഉണ്ടായിരുന്നു. പിന്നെ എയർപ്ലെയിൻസ് എന്താണെന്ന് നമുക്കറിയാം അല്ലേ. വിമാനങ്ങളുണ്ടായിരുന്നു. അതുപോലെ പിന്നെ എന്താ ഉള്ളത്? ആൻഡ് ബോട്ട്സ്, ബോട്ട്സും ഉണ്ടായിരുന്നു. പിന്നെയോ ദർ വർ പിക്ചർ ബുക്സ്. ഓക്കെ, പിക്ചർ ബുക്സ് ഉണ്ടായിരുന്നു. അതേപോലെ ഗെയിംസ് ഉണ്ട്. പിന്നെ ആൻഡ് ഡ്രംസ് ടു പ്ലേ. എന്താണ്? ചെണ്ട, കളിക്കാനുള്ള ചെണ്ടയുണ്ട്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് അല്ലേ. അപ്പോൾ ആ ഒരു ബോഗി നിറയെ എന്താണ്? കുട്ടികൾക്കുള്ള ടോയ്സ് ആണ്, പല തരത്തിലുള്ള ടോയ്സ് ആണെന്നാണ് പറയുന്നത്. ട്രെയിൻ ക്യാരിഡ് എവറി കൈൻഡ് ഓഫ് ടോയ് ദാറ്റ് ബോയ്സ് ഓർ ഗേൾസ് വുഡ് പ്ലേ വിത്ത്. എന്താണ്? ബോയ്സിനും ഗേൾസിനും കളിക്കാൻ പറ്റിയിട്ടുള്ള വിവിധ തരത്തിലുള്ള എന്താണ് ടോയ്സ് കൊണ്ടാണ് ഈ ഒരു ലിറ്റിൽ ട്രെയിൻ പോകുന്നത്. ബട്ട് ദാറ്റ് വാസ് നോട്ട് ഓൾ. ദ ലിറ്റിൽ ട്രെയിൻ ക്യാരിഡ് ഗുഡ് തിങ്സ് ടു ഈറ്റ് ടു. ഈ ടോയ്സ് മാത്രമല്ല, വേറെ എന്താണ്? ഈ ബോയ്സിനും ഗേൾസിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നല്ല ആഹാരം കൂടി കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാണ്. എന്തൊക്കെയാണ് കൊണ്ടുപോകുന്നത് നോക്കാം. ബിഗ് റൗണ്ട് ഓറഞ്ചസ്. എന്താണ്? നല്ല ബിഗ്, വലിയ റൗണ്ടിലുള്ള ഓറഞ്ചസ് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ ഫാറ്റ് റെഡ് ആപ്പിൾസ്, നല്ല തടിച്ച ചുമന്ന കളറുള്ള ആപ്പിൾസ് ഉണ്ട്. അതുപോലെ ലോങ് യെല്ലോ ബനാനാസ്, നല്ല നീളത്തിലുള്ള മഞ്ഞ കളറുള്ള ബനാന, പഴങ്ങൾ കൊണ്ടുപോകുന്നുണ്ട്. ഫ്രഷ് കോൾഡ് മിൽക്ക്, നല്ല ഫ്രഷ് ആയിട്ടുള്ള പാല്, തണുത്ത പാല് കൊണ്ടുപോകുന്നുണ്ട്. അതുപോലെ എന്താണ്? ആൻഡ് ലോലിപോപ്സ് ടു ഈറ്റ് ആഫ്റ്റർ ഡിന്നർ. എന്താണ്? ഡിന്നറൊക്കെ കഴിച്ചതിന് ശേഷം ഒന്ന് മധുരം നുണയാമല്ലോ അല്ലേ. അതിന് വേണ്ടിയിട്ട് ഇത് കൊണ്ടുപോകുന്നുണ്ട്, ലോലിപോപ്സ്, നമ്മളുടെ കോലുമിഠായിയും കൊണ്ടുപോകുന്നുണ്ട് എന്ന് പറയാണ്. The little train was taking all these good things to the other side of the mountain. എന്താണ് പറയുന്നത്? ഈ ഒരു ലിറ്റിൽ ട്രെയിന് ഈ ഗുഡ് തിങ്സ്, നല്ല എന്താണ് ടോയ്സും അതുപോലെ തന്നെ ഈ ഫ്രൂട്ട്സും ഒക്കെ ആയിട്ട് എങ്ങോട്ടാണ് പോകുന്നത്? ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? മലയാണ് അല്ലേ. അപ്പോൾ മലയുടെ മറുവശത്തേക്കാണ് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ലിറ്റിൽ ട്രെയിൻ പോകുന്നത്. How happy the boys and girls will be to see me, said the little train. അപ്പോൾ ലിറ്റിൽ ട്രെയിൻ പറയാണ്, ബോയ്സും ഗേൾസും ഒക്കെ എത്ര ഹാപ്പി ആയിരിക്കും എന്നെ കാണുന്ന സമയത്ത്. ദേ വിൽ ലൈക്ക് ദ ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ് ദാറ്റ് ഐ ആം ബ്രിങ്ങിങ്. അപ്പോൾ ട്രെയിൻ ഇങ്ങനെ പറയാണ്, ഞാൻ കൊണ്ടുപോകുന്ന ഈ ടോയ്സും അതുപോലെ തന്നെ ഗുഡ് ഫുഡും ഹെൽത്തി ആയിട്ടുള്ള നല്ല ഫുഡും ഒക്കെ അവർക്ക് ഇഷ്ടമാവും, ഉറപ്പായിട്ടും അവർക്ക് ഇഷ്ടമാവും എന്ന് ട്രെയിന് ചിന്തിക്കുകയാണ്. All at once the train came to a stop. She could not move at all. എന്താ സംഭവിച്ചത്? പെട്ടെന്ന് ട്രെയിന് സഡനായിട്ട് അങ്ങോട്ട് നിന്നുപോയി. പിന്നെ എന്താ സംഭവിക്കുന്നത്? ഷീ കുഡ് നോട്ട് മൂവ് അറ്റ് ഓൾ. അതുപോലെ ലിറ്റിൽ ട്രെയിനിന് മുന്നോട്ട് പോവാനും മുമ്പോട്ട് യാത്ര ചെയ്യാനും കഴിയാതെ വന്നു. ഇനി 2 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഇത് കുട്ടികളോട് ചോദിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അവർക്ക് ഈ ഒരു സ്റ്റോറിയിൽ ക്യൂരിയോസിറ്റി വരുത്താൻ വേണ്ടിയിട്ട്, മുന്നോട്ട് എന്താണ് നടക്കാൻ പോകുന്നത് എന്നൊക്കെ അവർക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടാവാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നതാണ് കേട്ടോ. വാട്ട് ഹാപ്പൻ ടു ദ ലിറ്റിൽ ട്രെയിൻ? എന്താണ് ആ ഒരു ലിറ്റിൽ ട്രെയിനിന് പറ്റിയത്? എന്താ പറ്റിയത്? ഓൾ ഓഫ് എ സഡൻ ആ ഒരു ട്രെയിൻ അങ്ങ് നിന്ന് പോവുകയാണ് അല്ലേ. ദ ലിറ്റിൽ ട്രെയിൻ സ്റ്റോപ്ഡ് ആൻഡ് കുഡ് നോട്ട് മൂവ് എന്ന് പറയാം അല്ലേ. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മുടെ ലിറ്റിൽ ട്രെയിന് പെട്ടെന്ന് നിന്നുപോയി, മുന്നോട്ട് പോവാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.
സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ ലിറ്റിൽ ട്രെയിൻ ക്യാരി തിങ്സ് ടു ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ? എന്താണ് ചോദിച്ചിട്ടുള്ളത്? എന്തിനാണ് ഈ ഒരു ലിറ്റിൽ ട്രെയിന് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് മൗണ്ടെയിൻ്റെ മറുവശത്തേക്ക്, അതായത് മലയുടെ മറുവശത്തേക്ക് പോകുന്നത് എന്നാണ്. അപ്പോൾ എന്താണ് അതിൻ്റെ ആൻസർ വരാം? ടു ഗീവ് ഓർ ടു ഹാൻഡ് ഓവർ ഓൾ ദീസ് തിങ്സ് ടു ദ ബോയ്സ് ആൻഡ് ഗേൾസ് അല്ലേ? എന്തിനാണ് പോകുന്നത്? ഈ ടോയ്സും അതുപോലെ തന്നെ ഈറ്റബിൾസും ഒക്കെ ആർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്? മലയുടെ മറുവശത്തിട്ട് ഉള്ള ബോയ്സിനും ഗേൾസിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ കുട്ടികളോടുള്ളതാണ്, അത് അവരോട് ചോദിക്കുക കേട്ടോ. ഓ ഡിയർ സെഡ് ദ ലിറ്റിൽ ട്രെയിൻ. എന്താണ് ലിറ്റിൽ ട്രെയിൻ പറയാണ്, വാട്ട് ക്യാൻ ബി ദ മാറ്റർ? എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക എന്ന് പറയാണ്. ഷീ ട്രൈഡ് ടു സ്റ്റാർട്ട് അപ്പ് അഗെയിൻ. നമ്മുടെ ലിറ്റിൽ ട്രെയിൻ എന്ത് ചെയ്യാണ്? പിന്നെയും അത് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷീ ട്രൈഡ് ആൻഡ് ട്രൈഡ്. അവൾ ശ്രമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ബട്ട് ഹെർ വീൽസ് ജസ്റ്റ് വുഡ് നോട്ട് ടേൺ. പക്ഷെ എന്താണ്, അവളുടെ അവളുടെ ചക്രം എന്താവുന്നില്ല, ടേൺ ആവുന്നില്ല എന്ന് പറയാണ്. വി ക്യാൻ ഹെൽപ്പ് സെറ്റ് ദ ടോയ് ആനിമൽസ്. അപ്പം എന്താണ്, നമ്മളുടെ കാർസിൽ ബോഗീൻ്റെ അകത്തുള്ള ടോയ് ആനിമൽസ് പറയാണ് നമുക്ക് ഹെൽപ്പ് ചെയ്യാം എന്നുള്ളത്. ദ ക്ലൗൺ ആൻഡ് ദ ആനിമൽ ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ്. ക്ലൈംഡ് ഔട്ട് ഓഫ് ദെയർ കാർസ് എന്ന് പറഞ്ഞാൽ ആ ഒരു ബോഗീൻ്റെ അകത്തുനിന്ന് എല്ലാവരും പുറത്തേക്ക് ഇറങ്ങി. എന്തിനാണ് പുറത്തേക്ക് ഇറങ്ങുന്നത്? അവർ ഹെൽപ്പ് ചെയ്യാൻ പോവാണ് അല്ലേ? ക്ലൗണും അതുപോലെ തന്നെ നമ്മളുടെ ടോയ് ആനിമൽസും പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ദേ ട്രൈഡ് ടു പുഷ് ദ ലിറ്റിൽ ട്രെയിൻ. അവരെന്താണ്, അവർ തള്ളുകയാണ്, നമ്മളുടെ ലിറ്റിൽ ട്രെയിനിന് തള്ളി നോക്കുകയാണ് മുന്നോട്ട് മൂവ് ചെയ്യാൻ പറ്റുമോ എന്നറിയാൻ. ബട്ട് ഷീ കുഡ് നോട്ട് മൂവ്. പക്ഷെ എന്ത് സംഭവിച്ചു? അവർക്ക് നമ്മളുടെ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ ചലിക്കാൻ പറ്റിയില്ല. വി ക്യാൻ ഹെൽപ്പ് ടു സെറ്റ് ദ ഡോൾസ്. അപ്പോൾ അതിനകത്ത് കുറേ ഡോൾസും ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അപ്പോൾ ആ ഡോൾസും പറയാണ് എന്താണ്, നമുക്കും ഹെൽപ്പ് ചെയ്യാം. ആൻഡ് ദേ ഗോട്ട് ഔട്ട് ആൻഡ് ട്രൈഡ് ടു പുഷ്. അങ്ങനെ അവരും പുറത്തിറങ്ങി, അവരും കൂടാൻ തുടങ്ങി. സ്റ്റിൽ ദ ലിറ്റിൽ ട്രെയിൻ ഡിഡ് നോട്ട് മൂവ്. പക്ഷേ എന്നിട്ടും എന്ത് സംഭവിക്കുന്നില്ല? നമ്മളുടെ ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ, സഞ്ചരിക്കാൻ പറ്റുന്നില്ല അല്ലേ? ദ ടോയ്സ് ആൻഡ് ഡോൾസ് ഡിഡ് നോട്ട് നോ വാട്ട് ടു ഡു. പക്ഷേ എന്താണ്, നമ്മളുടെ ടോയ്സിനും ഡോൾസിനും ഒന്നും അറിയില്ല, ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടത് എന്ന് അറിയില്ല എന്ന് പറയുകയാണ്. ജസ്റ്റ് ദെൻ ഷൈനി ന്യൂ എൻജിൻ കെയിം പഫിങ് ഡൗൺ അനദർ ട്രാക്ക്. അപ്പോൾ എന്താ സംഭവിച്ചത്? നമ്മളുടെ ലിറ്റിൽ എൻജിൻ സ്റ്റോപ്പായി. അപ്പോൾ വേറൊരു ട്രാക്കിൽ ഒരു പുതിയ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരു ഷൈനി ന്യൂ എൻജിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. എൻജിൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് ട്രെയിനാണ് കേട്ടോ. ഷൈനി ആയിട്ടുള്ള നല്ല തിളക്കമുള്ള ഒരു ന്യൂ ട്രെയിൻ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത് എന്താണ്, പഫിങ് ഡൗൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുകയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വന്നിട്ടുണ്ട്. മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ് ക്രൈഡ് ദ ക്ലൗൺ. അപ്പോൾ എന്താ സംഭവിച്ചത്? ആ ക്ലൗൺ ഉണ്ടല്ലോ, നമ്മളുടെ ഈ ഒരു ടോയ്സിൻ്റെ കൂടെയുള്ള ഒരു ടോയ് ക്ലൗൺ ഉണ്ടല്ലോ, ഒരു കോമാളി. അപ്പം ഇങ്ങനെ പറയുകയാണ്, ഒരു പക്ഷേ മേ ബി ദാറ്റ് എൻജിൻ ക്യാൻ ഹെൽപ്പ് അസ്. ആ ഒരു ട്രെയിനിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ കഴിഞ്ഞേക്കും എന്ന് പറയുകയാണ്. ഹീ ബിഗാൻ ടു വേവ് എ റെഡ് ഫ്ലാഗ്. അവൻ എന്ത് ചെയ്യുകയാണ്? ഒരു റെഡ് ഫ്ലാഗ്, അതായത് ഒരു ചുവന്ന കൊടി ഇങ്ങനെ വേവ് ചെയ്യാന്ന് വെച്ചാൽ ഇങ്ങനെ വീശുകയാണ്. റെഡ് ഫ്ലാഗ് എന്തിനാണ് വീശുന്നത്? ട്രെയിൻ നിർത്താൻ വേണ്ടിയിട്ടാണ് അല്ലേ? ഗ്രീൻ ഫ്ലാഗ്, അതായത് പച്ചക്കൊടി കാണിക്കുന്നത് എന്തിനാണ്? വേവ് ചെയ്യുന്നത് ട്രെയിന് പോകാൻ വേണ്ടിയിട്ടും. റെഡ് ഫ്ലാഗ്, ചുമന്ന കൊടി വീശുന്നത് എന്തിനാണ്? ട്രെയിന് നിർത്താൻ വേണ്ടിയിട്ടുമാണ് കേട്ടോ. അപ്പം എന്ത് ചെയ്തു? ഈ റെഡ് ഫ്ലാഗ് ആര് വീശി? നമ്മളെ ക്ലൗണ് വീശിക്കൊണ്ടിരിക്കുകയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ സ്ലോ ഡൗൺ. അപ്പം ആ ഒരു ട്രെയിൻ, നമ്മളെ ഷൈനി ന്യൂ എൻജിൻ എങ്ങനെ പതിയെ വന്ന് നിർത്തി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് കോൾഡ് ഔട്ട് ടു ഹിം, അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ് ദേ സെഡ്. അപ്പം ഈ ഡോൾസും ടോയ്സും ഒക്കെ ഉറക്കെ വിളിച്ച് പറയാണ്, ഞങ്ങളുടെ എൻജിൻ എന്താവുന്നില്ല, വർക്കാവുന്നില്ല എന്ന് പറയാണ്. പ്ലീസ് പുൾ അവർ ട്രെയിൻ ഓവർ ദ മൗണ്ടെയിൻ. ദയവേത് എന്ത് ചെയ്യണം? ഞങ്ങളുടെ ഈ ഒരു ട്രെയിൻ എങ്ങനെയെങ്കിലും ഒന്ന് വലിച്ച് ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ എത്തിച്ചു തരണം എന്ന് പറയാണ്. ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിൽ എത്തിച്ചു തരുമോ എന്ന് ചോദിക്കുകയാണ്. ഇഫ് യു ഡു നോട്ട്, നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ, ഒരു ഷൈനി എൻജിനോട് പറയാണ്, നിങ്ങളിത് ചെയ്തിട്ടില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. എന്താണ്, നമ്മളുടെ ആ മലയുടെ മറുവശത്തുള്ള ബോയ്സിനും ഗേൾസിനും എന്തുണ്ടാവില്ല? ടോയ്സും ഉണ്ടാവില്ല, ഗുഡ് ഫുഡും ഉണ്ടാവില്ല. അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാവില്ല, കളിക്കാനുള്ള ടോയ്സും ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്, വിൽ ദ ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ദ ട്രെയിൻ? ആ ഒരു ഷൈനി ന്യൂ എൻജിൻ നമ്മളുടെ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുമോ
എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അത് കുട്ടികളോട് ചോദിക്കുക, ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ എന്നുള്ളത്. ഒരുപക്ഷെ അവരുടെ ഗസ് ശരിയാവാം. അപ്പോൾ നമുക്ക് നോക്കാം ഹെൽപ്പ് ചെയ്യുമോ എന്നുള്ളത്. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി. എന്താണ് ഈ ഒരു ഷൈനി ന്യൂ എൻജിൻ കുറച്ചൊരു ഫ്രണ്ട്ലി ഒക്കെയാണ്, കുറച്ച് സംസാരിക്കുന്ന കൂട്ടത്തിലൊക്കെയാണ്, കുറച്ച് എന്താണ് സൗഹൃദമൊക്കെ ഉള്ള കൂട്ടത്തിലാണെന്ന് പറയാണ്. യു വാണ്ട് മീ ടു പുൾ യു, എന്താണ് ഞാൻ നിന്നെ വലിച്ചുകൊണ്ട് പോകണമെന്നാണോ പറയുന്നത്? ഹി ആസ്ഡ്, അവൻ ചോദിക്കുകയാണ്. ആര്? ഷൈനി ന്യൂ എൻജിൻ. ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഐ ഡു, ഐ ക്യാരി പീപ്പിൾ. എന്താണ് അതെൻ്റെ പണിയൊന്നും അല്ല, ഞാനതല്ല ചെയ്യുന്നത്. എനിക്ക് എന്താണ് ആൾക്കാരെ കൊണ്ടുപോകുന്ന ജോലിയാണ്. ഞാൻ അവരെ എന്ത് ചെയ്യും, ഒരു സ്ഥലത്ത് നിന്ന് കയറ്റിയിട്ട് അവരുടെ ഡെസ്റ്റിനേഷനിൽ അവർക്ക് എത്തേണ്ട എവിടെയാണോ അവിടെ കൊണ്ടുപോയി ഇറക്കുക എന്നുള്ളതാണ് എൻ്റെ ജോലി എന്ന് പറയാണ്. ദേ സിറ്റ് ഇൻ കാർസ് വിത്ത് സോഫ്റ്റ് സീറ്റ്സ്. അവരെവിടെയാണ് ഇരിക്കുക? അവർ ബോഗിയിൽ, കാറെന്ന് പറയുന്നത് ഇവിടെ ബോഗിയാണ് കേട്ടോ. അപ്പോൾ കാറിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സീറ്റിലൊക്കെയാണ് അവർ ഇരിക്കുക. ദേ ലുക്ക് ഔട്ട് ഓഫ് ദ വിൻഡോസ്. അവരെന്ത് ചെയ്യും? വിൻഡോസിൻ്റെ പുറത്തേക്ക്, ജനലിൻ്റെ പുറത്തേക്ക് നോക്കി അവരിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ് ചെയ്യുക. ദേ ഈറ്റ് ഇൻ എ നൈസ് ഡൈനിങ് കാർ. അവരെന്ത് ചെയ്യും? അവർക്ക് ഫുഡ് കഴിക്കാനുള്ള, ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ആ ഒരു ബോഗിയിലുണ്ടെന്ന് പറയാണ്. ദേ ഈവൻ സ്ലീപ്പ് ഇൻ എ ഫൈൻ സ്ലീപ്പിംഗ് കാർ. അവർക്ക് എന്താണ് കിടന്നുറങ്ങാൻ പറ്റിയ സൗകര്യവും ആ ഒരു ബോഗിക്കുള്ളിലുണ്ട്. ഹൗ ഡെയർ യു ആസ്ക് മീ, എന്നിട്ടാണോ എന്നോട് ഇത് ചോദിക്കാനുള്ള ധൈര്യം എങ്ങനെ വന്നു എന്ന് ചോദിക്കുകയാണ്. ദ ഷൈനി ന്യൂ എൻജിൻ വെൻറ്റ് വിതൗട്ട് അനദർ വേർഡ്. ഒന്നും പറയാതെ ആ ഷൈനി ന്യൂ എൻജിൻ എന്ത് ചെയ്തു? കടന്നുപോയി. ഹൗ സാഡ് വെർ ഓൾ ദ ടോയ്സ് ആൻഡ് ഡോൾസ്. അപ്പം നമ്മളുടെ എന്താണ് ടോയ്സും ഡോൾസിനൊക്കെ ഭയങ്കര സങ്കടമായി, അവർ ഭയങ്കര സാഡായി എന്ന് പറയുകയാണ്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ദ ഷൈനി ന്യൂ എൻജിൻ വാസ് എ ബിറ്റ് ഫ്രണ്ട്ലി ബട്ട് ഹി ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ, വൈ? അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ലിറ്റിൽ ട്രെയിനിനെ എന്തുകൊണ്ടായിരിക്കും ഷൈനി ന്യൂ എൻജിൻ ഹെൽപ്പ് ചെയ്യാതിരുന്നത് എന്നുള്ളതാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യാതിരുന്നത്? ദാറ്റ് വാസ് നോട്ട് ഹിസ് ഡ്യൂട്ടി ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ, അല്ലേ? അവൻ്റെ ഡ്യൂട്ടി എന്തല്ല? ആ ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതല്ല എന്നാണ് ആൻസർ വരുന്നത് കേട്ടോ. നെക്സ്റ്റ് പാർട്ട് നോക്കാം, പേജ് നമ്പർ 41. ദെൻ ദ ടോയ് ക്ലൗൺ കോൾഡ് ഔട്ട്. ടോയ് ക്ലൗൺ എന്ത് ചെയ്യാണ്? ഉറക്കെ വിളിച്ച് പറയാണ്. ഹിയർ കംസ് അനദർ എൻജിൻ, എ ബിഗ് സ്ട്രോങ് വൺ. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. എന്താണ് പറയുന്നത്? ഹിയർ കംസ് അനദർ എൻജിൻ. വേറൊരു പുതിയ എൻജിൻ, അതായത് പുതിയൊരു ട്രെയിന് വന്നുകൊണ്ടിരിക്കുകയാണ്. എ ബിഗ് സ്ട്രോങ് വൺ, ഒരു വലിയ കരുത്തുറ്റ ട്രെയിനാണ് വന്നുകൊണ്ടിരിക്കുന്നത്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ഒരുപക്ഷെ ഈ എൻജിൻ, ഈ ഒരു ട്രെയിൻ നമ്മളെ എന്ത് ചെയ്തേക്കാം? ഹെൽപ്പ് ചെയ്തേക്കാം. അഗെയിൻ ദ ക്ലൗൺ വേവ്ഡ് ഹിസ് ഫ്ലാഗ്. അപ്പോൾ നമ്മളുടെ ക്ലൗണ് വീണ്ടും അവൻ്റെ ഫ്ലാഗ് ഏത് കളറാണ്? റെഡ് കളറാണ്, അല്ലേ? ട്രെയിൻ നിൽക്കാൻ ഏത് കളറാണ്? റെഡ് കളർ ഫ്ലാഗ്. ട്രെയിന് പോവാനോ? ട്രെയിൻ മൂവ് ചെയ്യാൻ ഏത് കളറാണ് വേവ് ചെയ്യുക? ഏത് കളർ ഫ്ലാഗ്? ഗ്രീൻ കളർ, അല്ലേ? അപ്പോൾ ഇവൻ ഏതായിരിക്കും ഇവിടെ വേവ് ചെയ്തിട്ടുണ്ടാവുക? ഈ ക്ലൗണ് റെഡ് കളർ ഫ്ലാഗ് വേവ് ചെയ്തിട്ടുണ്ടാവും. ദ ബിഗ് സ്ട്രോങ് എൻജിൻ കെയിം ടു സ്റ്റോപ്പ്. അപ്പോൾ നമ്മളുടെ റെഡ് ഫ്ലാഗ് കണ്ടിട്ട് ആ ഒരു ബിഗ് സ്ട്രോങ് എൻജിൻ വന്നിട്ട് എന്ത് ചെയ്യാണ്? നിർത്തുകയാണ്. ടോയ്സ് ആൻഡ് ഡോൾസ് കോൾഡ് ഔട്ട് ടുഗെദർ. ടോയ്സും ഡോൾസും എന്ത് ചെയ്യാണ്? ഒരുമിച്ച് വിളിച്ച് പറയാണ്. പ്ലീസ് ഹെൽപ്പ് അസ് ബിഗ് സ്ട്രോങ് എൻജിൻ. എന്താണ്? ദയവേത് ഞങ്ങളെ എന്ത് ചെയ്യൂ? സഹായിക്കൂ. ബിഗ് സ്ട്രോങ് എൻജിനോട് പറയുകയാണ്. അവർ ട്രെയിൻ ഇസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ ട്രെയിൻ എന്താണ്? വർക്കിംഗ് അല്ല, മൂവ് ചെയ്യുന്നില്ല. ഞങ്ങളുടെ ട്രെയിൻ എന്ത് ചെയ്യാണ്? ഇവിടെ സ്റ്റോപ്പായി കിടക്കുകയാണ്, അല്ലേ? ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് ചെയ്യാം? പുള്ള് ചെയ്തിട്ട് വലിച്ച് എവിടെ കൊണ്ടുപോകാം? മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമെന്ന് പറയുകയാണ്. എന്താണ്? ഫസ്റ്റ് വന്ന ട്രെയിൻ ഉണ്ടല്ലോ, നമ്മളുടെ ഷൈനി ന്യൂ എൻജിൻ, അതെന്ന് പറയുന്നത് അതിനേക്കാളും സ്ട്രോങ് ആണ്. അതിനേക്കാളും സ്ട്രോങ്ങും ബിഗുമാണ് ഇപ്പോൾ വന്നിട്ടുള്ള എൻജിൻ. അതുകൊണ്ടായിരിക്കും ഇത് ഒരുപക്ഷെ നമ്മളെ ഹെൽപ്പ് ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടാവുക. അപ്പം അതിനോട് പറയുകയാണ്, നിങ്ങൾ എന്ത് ചെയ്യുക? ബട്ട് യു ക്യാൻ പുൾ അസ് ഓവർ ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോകാൻ കഴിയും എന്ന് പറയുകയാണ്. യു മസ്റ്റ് ഹെൽപ്പ് അസ്.
ഞങ്ങളെ എന്തായാലും ഹെൽപ്പ് ചെയ്യണമെന്ന് പറയാണ്. ഓർ ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ നോട്ട് ഹാവ് എനി ടോയ് ടു പ്ലേ വിത്ത് ഓർ ഗുഡ് ഫുഡ് ടു ഈറ്റ്. എന്താണ് പറയുന്നത്? നിങ്ങൾ ഞങ്ങളെ രക്ഷിച്ചിട്ടില്ല, ഞങ്ങളെ മൂവ് ചെയ്യാൻ സഹായിച്ചിട്ടില്ല എങ്കിൽ എന്ത് പറ്റും? മൗണ്ടെയിൻ്റെ അപ്പുറത്ത് നിൽക്കുന്ന ബോയ്സിനും ഗേൾസിനും എന്തുണ്ടാവില്ല? അവർക്ക് കളിക്കാൻ ടോയ്സോ കഴിക്കാൻ നല്ല ഫുഡോ ഉണ്ടാവില്ല എന്ന് പറയുകയാണ്. ബട്ട് ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വോണ്ട് ടു ഹെൽപ്പ്. പക്ഷേ എന്താണ്, ഈ ഒരു വലിയ എൻജിന്, വലിയ ഈ ട്രെയിനിന് അവരെ ഹെൽപ്പ് ചെയ്യാൻ തോന്നിയിട്ടില്ല. ഐ ഡു നോട്ട് പുൾ ടോയ്സ്. ടോയ്സ് പുൾ ചെയ്ത് കൊണ്ടുപോകുക അല്ലെങ്കിൽ ടോയ്സിന് എത്തേണ്ടോടത്ത് എത്തിക്കുക എന്നുള്ളത് എൻ്റെ പണിയല്ല. ഹീ സെറ്റ്. ആര് പറഞ്ഞു? നമ്മുടെ ബിഗ് സ്ട്രോങ് എൻജിൻ പറഞ്ഞു. ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്സ്. എൻ്റെ ജോലി എന്താണെന്നാണ് പറയുന്നത്? ബിഗ് സ്ട്രോങ് എൻജിൻ്റെ ജോലി എന്താണെന്നാണ് പറയുന്നത്? ഐ പുൾ കാർസ് ഫുൾ ഓഫ് ഹെവി ലോഡ്. അവൻ്റെ ബോഗിയിൽ എന്താണ്? ഹെവി ആയിട്ടുള്ള ലോഡാണ്. അതായത് ഹെവി ആയിട്ടുള്ള ലോഡ്സാണ് അവൻ കൊണ്ടുപോകുന്നത്. അവൻ്റെ ഡ്യൂട്ടി അതാണ് എന്ന് പറയാണ്. ഐ പുൾ ബിഗ് ട്രക്സ്. ഹെവി ലോഡ്സ് എന്ന് ഉദ്ദേശിച്ച് എന്തൊക്കെയാണ്? വലിയ വലിയ ട്രക്കുകൾ. അതുപോലെ തന്നെ ഐ ഹാവ് നോ ടൈം ടു ഹെൽപ്പ് യു. അത് മാത്രമല്ല, എനിക്ക് നിങ്ങളെ സഹായിക്കാനുള്ളൊരു സമയവും ഇല്ല എന്ന് പറയുകയാണ്. They puffed the big strong engine without a word. എന്ത് ചെയ്തു? ഒരു ബിഗ് സ്ട്രോങ് എൻജിൻ പിന്നെ ഒരു വാക്ക് പോലും പറയാണ്ട് അത് പുകയൊക്കെ വരുത്തി അങ്ങ് പോയി, ട്രാക്കിലൂടെ കടന്നു പോയി എന്ന് പറയാണ്. ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, അത് നോക്കാം. ദ ബിഗ് സ്ട്രോങ് എൻജിൻ പഫ്ഡ് അവേ വിതൗട്ട് എ വേർഡ്. വാട്ട് വാസ് ദ റീസൺ? അതാണ് ക്വസ്റ്റ്യൻ. അതായത് ഈ ഒരു ബിഗ് സ്ട്രോങ് എൻജിൻ അവസാനം ഒരു വാക്കുപോലും പറയാതെ കടന്നുപോയി. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പോയിട്ടുണ്ടാവുക? അതിൻ്റെ കാരണം, റീസൺ എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ വരാം. ദ ബിഗ് സ്ട്രോങ് എൻജിൻ ഡിഡ് നോട്ട് വോണ്ട് ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അല്ലേ? ഈ ഒരു ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യേണ്ട ആവശ്യം ആർക്കില്ല? ദ ബിഗ് സ്ട്രോങ് എൻജിന് ഇല്ല. കാരണം എന്താണ്? ബിക്കോസ് ദറ്റ് വാസ് നോട്ട് ഹിസ് ഡ്യൂട്ടി ടു ക്യാരി ടോയ്സ്. അവൻ്റെ ഡ്യൂട്ടി അല്ല ടോയ്സിനെ ക്യാരി ചെയ്യുന്നത് എന്നുള്ളത്. അവൻ്റെ ഡ്യൂട്ടി എന്താണ്? ടു പുൾ അല്ലെങ്കിൽ ടു ക്യാരി ഹെവി ലോഡ്സ്. അതാണ് അവൻ്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഈ ഒരു ക്വസ്റ്റ്യൻ കുട്ടികളോട് ചോദിക്കുക. അവർക്ക് ഈ ഒരു പാരഗ്രാഫിൽ നിന്ന് കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ വെച്ചിട്ടുള്ളത്. പാട്ട് നോക്കാം. പേജ് നമ്പർ 42. ദ ലിറ്റിൽ ട്രെയിൻ വാസ് നോ ലോങ്ങർ ഹാപ്പി. എന്താണ്? ലിറ്റിൽ ട്രെയിന് ഒട്ടും ഹാപ്പി അല്ല, സന്തോഷവതിയല്ല. ആൻഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് വർ റെഡി ടു ക്രൈ. അതുപോലെ തന്നെ നമ്മളുടെ ടോയ്സും അതുപോലെ തന്നെ ഡോൾസും എന്താണ്? കരയാനായി നിൽക്കുകയാണ്. ആരും ഹാപ്പി അല്ല അപ്പോൾ. ബട്ട് ദ ക്ലൗൺ കോൾഡ് ഔട്ട്. അപ്പോഴാണ് നമ്മളുടെ ക്ലൗണ്, നമ്മളുടെ കോമാളി ഇങ്ങനെ ഉറക്കെ വിളിച്ച് പറയാണ്, ലുക്ക് ലുക്ക് അനദർ എൻജിൻ ഈസ് കമ്മിങ്. നോക്ക് നോക്ക്, അതാ വേറൊരു എൻജിൻ വരുന്നുണ്ട്. ആ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അത് എന്താണ്? ഒരു ലിറ്റിൽ ചെറിയ ഒരു ബ്ലൂ എൻജിനാണ്. അപ്പം മുന്നേ വന്ന 2 ട്രെയിൻ ഉണ്ടല്ലോ, ഇതിപ്പോൾ 3ാമത്തെ ട്രെയിനാണ്. അപ്പം മുൻപ് വന്ന 2 ട്രെയിനിനേക്കാളും ചെറുതാണ് ഇത്. ഓക്കെ, ആ വെരി ലിറ്റിൽ വൺ എന്താണ്? വളരെ ചെറുതാണ്. മേ ബി ദിസ് എൻജിൻ വിൽ ഹെൽപ്പ് അസ്. ഒരുപക്ഷെ ഈ എൻജിൻ നമ്മളെ ഹെൽപ്പ് ചെയ്തേക്കാം എന്ന് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് എ ഹാപ്പി എൻജിൻ. എന്താണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു ട്രെയിനാണ് എന്ന് പറയാണ്. ഷീ സോ ദ ക്ലൗൺ വേവിങ് ഹിസ് റെഡ് ഫ്ലാഗ് ആൻഡ് സ്റ്റോപ്ഡ് അറ്റ് വൺസ്. എന്താ സംഭവിച്ചത്? നമ്മളുടെ പിക്ചറിൽ കാണുന്ന പോലെ ക്ലൗണ് റെഡ് ഫ്ലാഗ് വേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. റെഡ് ഫ്ലാഗ് ഇങ്ങനെ വീശുകയാണ്. ആ സമയത്ത് എന്ത് സംഭവിച്ചു? നമ്മളുടെ കുഞ്ഞി എൻജിൻ, ലിറ്റിൽ ബ്ലൂ എൻജിൻ വന്നിട്ട് നിർത്തുകയാണ്. വാട്ട് ഈസ് എ മാറ്റർ? എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഷീ ആസ്ക്ഡ് കൈൻഡ്ലി. അവൾ എന്താണ്? നല്ല രീതിക്കാണല്ലേ ചോദിച്ചത്. ചോദിക്കുകയാണ് എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുകയാണ്. ഓ ലിറ്റിൽ ബ്ലൂ എൻജിൻ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. ഡോൾസും ടോയ്സും ഒക്കെ എന്താണ്? കരഞ്ഞുകൊണ്ട് ഓ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ന് പറയാണ്. എന്നിട്ട് അവരവരുടെ പ്രശ്നം പറയാൻ തുടങ്ങുകയാണ്. വിൽ യു പുൾ us ഓവർ ദ മൗണ്ടെയിൻ? നിങ്ങൾക്ക് എന്താണ്? ആരോട് ചോദിക്കുകയാണ്? ലിറ്റിൽ ബ്ലൂ എൻജിനോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളെ ആ മൗണ്ടെയിൻ്റെ മുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റുമോ? അവർ എൻജിൻ ഈസ് നോട്ട് വർക്കിംഗ്. ഞങ്ങളുടെ എൻജിൻ എന്താണ്? വർക്ക് ചെയ്യുന്നില്ല. ഇഫ് യു ഡു നോട്ട് ഹെൽപ്പ് ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ഹാവ് നോ ടോയ്സ് ഓർ ഗുഡ് ഫുഡ്. എന്താ പറയുന്നത്? നിങ്ങൾ, അതായത് ഈ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ ഞങ്ങളെ
എന്ത് ചെയ്തില്ല, ഹെൽപ്പ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക? ആ മലയുടെ മുകളിൽ ഞങ്ങളെ കാത്തിരിക്കുന്ന ബോയ്സിനും ഗേൾസിനും എന്തുണ്ടാവില്ല? ടോയ്സും നല്ല ഫുഡും ഒന്നും കിട്ടില്ല എന്ന് പറയാണ്. ജസ്റ്റ് ഓവർ ദ മൗണ്ടെയിൻ പ്ലീസ് ഹെൽപ്പ് അസ്. അപ്പം ജസ്റ്റ് ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിലേക്കാണ്, ഒന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യൂ പ്ലീസ് എന്നവർ പറയുകയാണ്. ആരോട്? ലിറ്റിൽ ബ്ലൂ എൻജിനോട്. താഴെ 2 ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്, നോക്കാം. വിൽ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ലിറ്റിൽ ട്രെയിനിനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. സഹായിക്കുന്നുണ്ടാവും അല്ലേ? നോക്കാം. വാട്ട് വുഡ് ഹാപ്പൻ ഇഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഡ് നോട്ട് ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ? ഈ ലിറ്റിൽ ട്രെയിനെ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സഹായിച്ചിട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അത് നമ്മൾ ഈ ഒരു പാരഗ്രാഫിൽ പഠിച്ചു കഴിഞ്ഞു. എന്താ സംഭവിക്കുക? ദ ബോയ്സ് ആൻഡ് ഗേൾസ് വുഡ് നോട്ട് ഗെറ്റ് എന്താണ് ടോയ്സ് ആൻഡ് ഗുഡ് ഫുഡ്. എന്താണ് അവർക്ക് ആ ബോയ്സിനും ഗേൾസിനും എന്ത് കിട്ടില്ല? ഗുഡ് ഫുഡും കിട്ടില്ല, അതുപോലെ തന്നെ അവർക്ക് കളിക്കാനുള്ള ടോയ്സും കിട്ടില്ല എന്നുള്ളതാണ് പറയുന്നത്. നെക്സ്റ്റ് പാർട്ടിലേക്ക് പോവാം. പേജ് നമ്പർ 43. Oh my dears, said the little blue engine, I am not very big. എന്താണ് പറയുന്നത്? ഓ മൈ ഡിയേഴ്സ് ആരോടാ പറയുന്നത്? നമ്മളുടെ ടോയ്സിനോടും ക്ലൗണിനോടും ഒക്കെ പറയുകയാണ്. എന്ത്? ഐ എം നോട്ട് വെരി ബിഗ്. ഞാൻ എന്താണ് അത്ര വലിയത് എൻജിനൊന്നും അല്ല. ആൻഡ് ഐ ഡു നോട്ട് പുൾ ട്രെയിൻസ്. അത് മാത്രമല്ല, ഞാൻ ട്രെയിനിനൊട്ട് വലിച്ച് കൊണ്ടുപോകാറുമില്ല. ഐ ജസ്റ്റ് വർക്ക് ഇൻ ദ യാർഡ്. ഞാൻ എങ്ങനെയാണ് നിരപ്പായിട്ടുള്ള മുറ്റം പോലെയുള്ള സ്ഥലത്തൊക്കെ എനിക്ക് വർക്ക് ചെയ്ത് പരിചയമുള്ളൂ. ഐ ഹാവ് നെവർ ബീൻ ഓവർ ദ മൗണ്ടെയിൻ. ഞാനാണെങ്കിൽ എന്താണ് മൗണ്ടെയിൻ്റെ മുകളിലേക്കൊന്നോട്ട് പോയിട്ടുമില്ല എന്ന് ആര് പറയാണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്. ബട്ട് വി മസ്റ്റ് ഗെറ്റ് ദെയർ ബിഫോർ ദ ചിൽഡ്രൻ വേക്കപ്പ്. എന്താണ്? കുട്ടികൾ എഴുന്നേൽക്കുന്നതിന് മുന്നേ നമുക്ക് അവിടെ എത്തണം എന്ന് പറയാണ്. ആരാണ് പറയുന്നത്? സെറ്റ് ദ ടോയ്സ് ആൻഡ് ഡോൾസ്. ടോയ്സും ഡോൾസും പറയാണ്. പ്ലീസ് എന്താണ്? പ്ലീസ് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണം എന്ന് പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ലുക്ക്ഡ് അറ്റ് ദ ഡോൾസ് ആൻഡ് ടോയ്സ്. ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്യാണ്? ഡോൾസിനെയും ടോയ്സിനെയും ഇങ്ങനെ നോക്കി. ഷീ കുഡ് സീ ദാറ്റ് ദേ വേർ നോട്ട് ഹാപ്പി. അപ്പോൾ അവൾക്ക് എന്ത് മനസ്സിലായി? അവർ ഹാപ്പി അല്ല, അവർ എന്താണ് സാഡാണെന്ന് മനസ്സിലായി. ഷീ തോട്ട് അബൌട്ട് ദ ചിൽഡ്രൻ ഓൺ ദ അതർ സൈഡ് ഓഫ് ദ മൗണ്ടെയിൻ. എന്താണ്? മലയുടെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു കുട്ടികളുണ്ടല്ലോ, അവരെക്കുറിച്ചും ഇവളിങ്ങനെ എന്ത് ചെയ്യാണ്? ചിന്തിക്കുകയാണ്. വിത്തൗട്ട് ടോയ്സ് ഓർ ഗുഡ് ഫുഡ് ദേ വുഡ് നോട്ട് ബി ഹാപ്പി എയ്തർ. എന്താണ്? നല്ല ടോയ്സും ഗുഡ് ഫുഡും അവർക്ക് കഴിക്കാനുള്ള ഭക്ഷണവും ഒന്നും ഇല്ലാണ്ട് അവരും ഹാപ്പി ആയിരിക്കില്ല എന്നവൾ ചിന്തിക്കുകയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ പുൾഡ് അപ്പ് ക്ലോസർ. എന്താണ്? ലിറ്റിൽ ബ്ലൂ എൻജിൻ നമ്മളുടെ ഒരു ലിറ്റിൽ ട്രെയിനിൻ്റെ അടുത്തേക്ക് അടുത്തേക്ക് വന്നു നിന്നു. ഷീ ടുക്ക് ഹോൾഡ് ഓഫ് ദ ലിറ്റിൽ ട്രെയിൻ. എന്നിട്ട് എന്ത് ചെയ്തു? പരസ്പരം കണക്ട് ചെയ്യാണ്. ഓവർ ദ മൗണ്ടെയിനിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അവർ കണക്ട് ചെയ്തു. ദ ടോയ്സ് ആൻഡ് ഡോൾസ് ക്ലൈംഡ് ബാക്ക് ഇൻ ടു ദെയർ കാർസ്. അപ്പം ടോയ്സും ഡോൾസും ഒക്കെ പുറത്തിറങ്ങി നിൽക്കുമായിരുന്നു അവരുടെ ബോഗിയിൽ നിന്ന്. അപ്പോൾ അവർ തിരിച്ച് ബോഗിയിലേക്ക് തന്നെ കയറി എന്ന് പറയുകയാണ്. ഇത് നോക്കാം. ഹൗ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ഡിഫർ ഫ്രം ദ അതർ എൻജിൻസ്? അതായത് ഈ ലിറ്റിൽ ബ്ലൂ എൻജിൻ എങ്ങനെയാണ് മുൻപ് വന്നിട്ടുള്ള 2 ട്രെയിൻസിൽ നിന്നും വ്യത്യസ്തമാകുന്നത് എന്നാണ് ചോദിക്കുന്നത്. എങ്ങനെയാണ്? ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ വാസ് റെഡി ടു ഹെൽപ്പ് ദ ലിറ്റിൽ ട്രെയിൻ. അല്ലേ? ലിറ്റിൽ ട്രെയിനിനെ ഹെൽപ്പ് ചെയ്യാൻ നമ്മളുടെ ലിറ്റിൽ ബ്ലൂ എൻജിൻ തയ്യാറായിരുന്നു. ബാക്കി 2 എൻജിൻസും അല്ലെങ്കിൽ ട്രെയിൻസും തയ്യാറായിരുന്നോ? ഇല്ല, അവർക്ക് അവരുടേതായ പല കാരണങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഹെൽപ്പ് ചെയ്യാൻ എന്തായില്ല, തയ്യാറായിരുന്നില്ല. പക്ഷേ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്താണ്? റെഡി ടു ഹെൽപ്പ് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ ക്വാളിറ്റീസ് ദാറ്റ് യു ഫൈൻഡ് ഇൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ? ലിറ്റിൽ ബ്ലൂ എൻജിനിൽ നിങ്ങൾ കണ്ടിട്ടുള്ള ക്വാളിറ്റീസ് എന്തൊക്കെയാണെന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരിക്കും? കൈൻഡ് ഹാർട്ടഡ് ആണ് അല്ലേ? അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒരു ട്രെയിനാണ്. പിന്നെ എന്താണ്? സിമ്പത്തറ്റിക് ആണ്, കമ്പാഷനേറ്റ് ആണ്, അങ്ങനെയൊക്കെ പറയാം അല്ലേ? അതൊക്കെ ഈ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ ക്വാളിറ്റി ആയിട്ട് നമുക്ക് കൂട്ടാം. അത് കുട്ടികളോട് ചോദിക്കുക. അവർക്കും വെറൈറ്റി ആയിട്ടുള്ള കുറേ ക്വാളിറ്റീസ് തോന്നിയിട്ടുണ്ടാവും. അവരോട് ചോദിക്കാം കേട്ടോ. പേജ് നമ്പർ 44 നോക്കാം. അറ്റ് ലാസ്റ്റ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സെറ്റ്, ഐ തിങ്ക് ഐ ക്യാൻ ക്ലൈം അപ്പ് ദ മൗണ്ടെയിൻ. അവസാനം ലിറ്റിൽ ബ്ലൂ എൻജിൻ പറയാണ്, ഞാൻ ചിന്തിക്കുകയാണ് എനിക്ക്
എന്താണ് മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോവാൻ കഴിയും, എത്താൻ കഴിയും എന്ന് ഞാൻ ചിന്തിക്കുകയാണ് എന്ന് പറയാണ്. ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ. അത് വീണ്ടും വീണ്ടും പറയുകയാണ്, എനിക്ക് കഴിയും, എന്താണ് ക്ലൈംബ് ചെയ്ത് മൗണ്ടെയിൻ്റെ മുകളിൽ എത്താൻ എനിക്ക് കഴിയും, അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ബിഗാൻ ടു പുൾ. അങ്ങനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ത് ചെയ്യാണ്, പുൾ ചെയ്യാൻ തുടങ്ങുകയാണ്, അതായത് വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോകാൻ തുടങ്ങുകയാണ്. ഷീ ടഗ്ഡ് ആൻഡ് ഷീ പുൾഡ്, ഷീ പുൾഡ് ആൻഡ് ഷീ ടഗ്ഡ്, അതായത് വലിക്കാൻ തുടങ്ങി, വലിച്ച് മുകളിലേക്ക് കൊണ്ടുപോവാണ്, മൗണ്ടെയിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോവാണ്, പുൾ ചെയ്യാൻ തുടങ്ങി എന്നുള്ളതാണ്. ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയും, എനിക്ക് കഴിയും എന്നുള്ളത് തന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ആ ഒരു എനിക്ക് പറ്റും, ഞാൻ ചെയ്യും എന്നൊക്കെ നമ്മളിങ്ങനെ മനസ്സിൽ എന്ത് കാര്യം ചെയ്യുമ്പോഴാണെങ്കിൽ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, നമ്മളുടെ ഉള്ളിൽ ആ ഒരു കോൺഫിഡൻസ് കൂടും, നമുക്ക് ചെയ്യാനുള്ള ആ ഒരു ശക്തിയും ത്വരയൊക്കെ നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഈ ഒരു കാര്യം എന്താണ് ലിറ്റിൽ ബ്ലൂ എൻജിൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കാം. സ്ലോലി സ്ലോലി ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ്. അങ്ങനെ എന്ത് സംഭവിച്ചു, അവൾ പുൾ ചെയ്തു ആ ഒരു എൻജിൻ പതിയെ മൂവ് ചെയ്യാൻ തുടങ്ങി. ദ ഡോൾസ് ആൻഡ് ടോയ്സ് ബിഗാൻ ടു സ്മൈൽ ആൻഡ് ക്ലാപ്പ്. അപ്പം ബോയ്സും അതായത് ടോയ്സും ഡോൾസും എന്ത് ചെയ്യാണ്, അവർ ചിരിക്കാൻ തുടങ്ങി, അവരുടെ മുഖത്തുള്ള ആ ഒരു ഭാവമൊക്കെ മാറി അവർ പുഞ്ചിരിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല അവർ ക്ലാപ്പ് ചെയ്തു, അവർ കൈയടിക്കുകയാണ്. അപ്പ് ദ മൗണ്ടെയിൻ വെൻ ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അങ്ങനെ ലിറ്റിൽ ബ്ലൂ എൻജിൻ എവിടെ എത്തി, മൗണ്ടെയിൻ്റെ മുകളിലെത്തി. ആൻഡ് ഓൾ ദ ടൈം ഷീ കെപ്റ്റ് സേയിങ് ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ. അപ്പോൾ അവൾ ഈ മുകളിലോട്ട് വലിച്ചു കൊണ്ടുപോകുന്ന ആ ഒരു സമയം മുഴുവൻ പറഞ്ഞത് എന്താണ്, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയും, എനിക്ക് കഴിയും എന്നുള്ളതാണ്. അപ്പോൾ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നത്. അപ്പ് 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 ദ ലിറ്റിൽ എൻജിൻ ക്ലൈംഡ് ആൻഡ് ക്ലൈംഡ്. അവസാനം എന്ത് ചെയ്തു, ക്ലൈംബ് ചെയ്ത് പോവുകയാണ് അല്ലേ മൗണ്ടെയിൻ്റെ മുകളിലേക്ക്. ക്വസ്റ്റ്യൻസ് നോക്കാം. വൈ ഡിഡ് ദ ഡോൾസ് ആൻഡ് ടോയ്സ് സ്റ്റാർട്ടഡ് സ്മൈലിംഗ് ആൻഡ് ക്ലാപ്പിംഗ്. എന്താണ് ക്വസ്റ്റ്യൻ, ഡോൾസും ടോയ്സും ഒക്കെ എന്തിനാണ് ചിരിക്കുകയും അതുപോലെ കൈയടിക്കുകയും ചെയ്തത് എന്നാണ്. എന്തിനാണ്, ബിക്കോസ് ദ ട്രെയിൻ സ്റ്റാർട്ടഡ് ടു മൂവ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ. അതായത് നമ്മളുടെ ഈ ഒരു ലിറ്റിൽ ട്രെയിന് മൂവ് ചെയ്യാൻ തുടങ്ങി, ആരുടെ ഹെൽപ്പോട് കൂടി, ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ ഹെൽപ്പോട് കൂടി. ക്വസ്റ്റ്യൻ നോക്കാം. വൈ ഡസ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സേ ഐ തിങ്ക് ഐ ക്യാൻ. നമ്മൾ നേരത്തെ കണ്ടില്ലേ, ഐ തിങ്ക് ഐ ക്യാൻ, ഐ തിങ്ക് ഐ ക്യാൻ. ആ ഒരു കാര്യം ആര് പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ട്, ലിറ്റിൽ ബ്ലൂ എൻജിൻ. അത് എന്തിനാണ് അങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ എന്തിനാണെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തിനാണ്, ടു ബൂസ്റ്റ് ഇറ്റ് സെൽഫ്, അല്ലെങ്കിൽ എന്താണ്, ടു എൻകറേജ് ഇറ്റ് സെൽഫ്. ആ ഒരു കോൺഫിഡൻസ് ലെവൽ കൂട്ടാൻ വേണ്ടിയിട്ട്, സ്വയം ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഐ തിങ്ക് ഐ ക്യാൻ എന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ വരുന്നത്. പേജ് നമ്പർ 45 നോക്കാം. അറ്റ് ലാസ്റ്റ് ഷീ റീച്ച്ഡ് ദ ടോപ്പ് ഓഫ് ദ മൗണ്ടെയിൻ. അപ്പം അവസാനം എന്ത് സംഭവിച്ചു, മൗണ്ടെയിൻ്റെ മുകളിലെത്തി അല്ലേ. ഡൗൺ ബിലോ ലേ ദ സിറ്റി. താഴേക്ക് നോക്കുമ്പോൾ എന്താണ്, സിറ്റി അങ്ങനെ പരന്ന് വിശാലമായിട്ട് കിടക്കുകയാണ്. ഹുറേ ഹുറേ ക്രൈഡ് ദ ഡോൾസ് ആൻഡ് ആനിമൽസ്. ഡോൾസും ആനിമൽസും ഒക്കെ എന്താണ്, അവർ ശബ്ദം വെച്ചിട്ട് അവരിങ്ങനെ ഒച്ചപ്പാടൊക്കെ ഉണ്ടാക്കി അവരുടെ സന്തോഷം അങ്ങനെ അറിയിക്കുകയാണ്. ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ് ലിറ്റിൽ ബ്ലൂ എൻജിൻ സെഡ് ദ ടോയ് ക്ലൗൺ. ടോയ് ക്ലൗൺ എന്ത് പറയുകയാണ്, ദ ബോയ്സ് ആൻഡ് ഗേൾസ് വിൽ ബി സോ ഹാപ്പി. ബോയ്സും ഗേൾസും വളരെ ഹാപ്പി ആയിരിക്കും ഇനി. എന്തുകൊണ്ടാണ്, ഓൾ ബിക്കോസ് യു ഹെൽപ്ഡ് അസ്. എല്ലാം ആ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ ഞങ്ങളെ സഹായിച്ചത് കൊണ്ട് മാത്രമാണ് എന്ന് ആര് പറയാണ്, ദ ടോയ് ക്ലൗൺ പറയാണ്. ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് സ്മൈൽഡ്. അപ്പോൾ ആ ഒരു ലിറ്റിൽ ബ്ലൂ എൻജിൻ ജസ്റ്റ് ചിരിച്ചു. ബട്ട് ആസ് ഷീ പഫ് ഡൗൺ ദ മൗണ്ടെയിൻ. അവൾ ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് താഴോട്ട് വരുന്ന സമയത്ത് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ സീം ടു സേ. അവൾ പറയാണ്, ഐ തോട്ട് ഐ കുഡ്, ഐ തോട്ട് ഐ കുഡ്, ഐ തോട്ട് ഐ കുഡ്. അതായത് മുകളിലോട്ട് കയറി പോകുന്ന സമയത്ത്, മൗണ്ടെയിൻ്റെ മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താ പറഞ്ഞിരുന്നത്, ഐ തിങ്ക് ഐ ക്യാൻ, എനിക്ക് കഴിയും, എനിക്ക് കഴിയും എന്ന് പറഞ്ഞിട്ടാണ് മുകളിലേക്ക് കയറിപ്പോയിരുന്നത്. അത് പ്രസൻറ്റ് ടെൻസിൽ പറഞ്ഞു. ഇപ്പോൾ തിരിച്ച് ഇറങ്ങി ആ ഒരു മൗണ്ടെയിൻ്റെ മുകളിൽ നിന്ന് ഇറങ്ങി പോരുന്ന സമയത്ത് എന്താ പറയുന്നത്, ഐ തോട്ട് ഐ കുഡ്, എന്താണ്, എനിക്ക് കഴിഞ്ഞു എന്ന് പറയുന്നത്. സോ ദ ലിറ്റിൽ എൻജിൻ ദാറ്റ് കുഡ് എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറിയുടെ പേര്. അപ്പം സ്റ്റോറി തുടങ്ങുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈ ലിറ്റിൽ എൻജിന് എന്തോ ഒന്ന് ചെയ്യാൻ
സാധിച്ചിട്ടുണ്ട്, എന്താണെന്ന് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നുള്ളത് നമുക്ക് സ്റ്റോറി തുടങ്ങിയപ്പോൾ അറിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോഴാണ് നമുക്ക് ആ ഒരു ടൈറ്റിലിൻ്റെ മീനിങ് പ്രോപ്പറായിട്ട് മനസ്സിലാകുന്നത് അല്ലേ. എന്താണ് ലിറ്റിൽ ഏഞ്ചലിന് കഴിഞ്ഞത്? മൗണ്ടെയിൻ്റെ മുകളിൽ ക്ലൈംബ് ചെയ്ത് ചെന്നിട്ട് അവിടെയുള്ള ബോയ്സിനും ഗേൾസിനും ഒക്കെ എന്ത് ചെയ്യാൻ പറ്റി? ടോയ്സും ഫുഡും ഒക്കെ കൊടുക്കാൻ പറ്റി. വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്നുള്ളതാണ്. അതായത് ലിറ്റിൽ ബ്ലൂ എൻജിൻ്റെ സഹായത്തോടു കൂടെ ആണ് ചെയ്യാൻ പറ്റിയത്. 2 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്, അത് നോക്കാം. വിച്ച് ക്യാരക്ടർ ഇൻ ദ സ്റ്റോറി ഡു യു ലൈക്ക് ദ മോസ്റ്റ്? ഈ ഒരു സ്റ്റോറിയിൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ കുട്ടികളോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരെന്തായാലും അഫ്കോഴ്സ് ലിറ്റിൽ ബ്ലൂ എൻജിനെ തന്നെ പറയുള്ളൂ അല്ലേ. അപ്പോൾ വൈ എന്നുള്ളൊരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. എന്തുകൊണ്ടാണ്? 3 ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു, പക്ഷേ ലിറ്റിൽ ബ്ലൂ എൻജിൻ മാത്രമാണ് എന്തിനെ സഹായിച്ചത്? ആ മൗണ്ടെയിനിൽ കയറി എത്താൻ വേണ്ടിയിട്ട് ലിറ്റിൽ എൻജിനെ സഹായിച്ചിട്ടുള്ളത്. സോ അതാണ് കാരണം. ഇനി വേറൊരു ക്വസ്റ്റ്യൻ, സജസ്റ്റ് അനദർ ടൈറ്റിൽ ഫോർ ദ സ്റ്റോറി. ഈ ഒരു സ്റ്റോറിക്ക് വേറൊരു ടൈറ്റിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ദ ലിറ്റിൽ ബ്ലൂ എൻജിൻ എന്ന് കൊടുക്കാം, അല്ലെങ്കിൽ എന്താണ് ദ ലിറ്റിൽ ബ്ലൂ എൻജിൻസ് ഹെൽപ്പ് അത് കുട്ടികളുടെ ഇഷ്ടത്തിനനുസരിച്ച് അത് അവരോട് ചോദിക്കാം. അവരുടെ ഭാവനയ്ക്കനുസരിച്ച് അവർ എന്തെങ്കിലുമൊക്കെ ടൈറ്റിൽ സജസ്റ്റ് ചെയ്യും. സോ ഇത്രയേ ഉള്ളൂ. ഇതാണ് നമ്മളുടെ സ്റ്റോറി. എല്ലാവർക്കും മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.